ഫ്രണ്ട്സ്, വളരെ സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും നമ്മുടെ ജിതിൻ സാറും കൂടെ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച സൈലത്തിന്റെ LGS ബാച്ച് നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിനു മുന്നേ നിങ്ങൾ ചോദിച്ച കുറെ അധികം സംശയങ്ങളുണ്ട്. ഞങ്ങളോടും ഞങ്ങളുടെ ഫാക്കൽറ്റീസിനോടും നമ്മുടെ കമന്റ്സ് രൂപേണൊക്കെ നിങ്ങൾ ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. കുറെ സംശയങ്ങൾ നമ്മുടെ മക്കൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സംശയങ്ങളാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തി നിങ്ങളെ 100% കോൺഫിഡൻസോട് കൂടി ഈ ബാച്ചിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നോക്കാം നമുക്ക്. നമുക്ക് അവരുടെ സംശയം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ പോവാം സാറേ. മങ്കി ക്യാപ്പിന്റെ ഒരു കമന്റ് വരുന്നുണ്ട്. മങ്കിന് ഫേക്ക് ഐഡി ആയിട്ട് വന്നിരിക്കുകയാണ്. മങ്കി ക്യാപ്പ് കേട്ടോളൂ. താങ്കൾ ചോദിച്ച സംശയത്തിനുള്ള ഉത്തരം: എനിക്കൊരു ഡിഗ്രി പോലും ഇല്ല സാർ. ഇന്നത്തെ കാലത്ത് എനിക്കൊരു സർക്കാർ ജോലി സ്വപ്നം കാണാൻ പറ്റുമോ സാറേ? അപ്പൊ എന്താ പറയാ, മങ്കി ക്യാപ്പ് ഈ ഒരു സംശയത്തിനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. കാരണം PSC അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി നേടാൻ ഡിഗ്രി വേണമെന്നൊരു നിർബന്ധവും ഇല്ല. കാരണം ഡിഗ്രി ഇല്ലാത്തവർക്കും ഒരുപാട് പരീക്ഷകൾ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന LGS അല്ലെ. അവിടെ പറഞ്ഞാൽ ചില ഡൗട്ട് ഉണ്ടാവും സാറേ, കമ്പനി ബോർഡ് LGSകാർക്ക് ഡിഗ്രി വേണം, മീൻസ് ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിഗ്രി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഡിഗ്രി ഇല്ല എന്ന് പറയുന്നത് ഒരു അഹങ്കാരമായിട്ട് കൂട്ടിക്കോ, ഒരു അനുഗ്രഹമായിട്ട് കൂട്ടിക്കോ. അതെ അതെ, അഹങ്കരിച്ചുകൊണ്ട് തന്നെ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മത്സരം കുറയുവാണ്, അവസരം കൂടുകയാണ്. ഇനി ഇത് മാത്രമല്ല, ഇനി നമുക്കറിയാം യൂണിഫോം ടെസ്റ്റുകൾ എല്ലാ വർഷവും നടത്തുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 12th ലെവൽ എക്സാം ആണെങ്കിൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ സിവിൽ പോലീസ് ഓഫീസർ, റെസ്ക്യൂ ആൻഡ് ഫയർ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡിഗ്രി ഇല്ലാതെ 12th ലെവൽ എക്സാമിനേഷൻസ് ഒക്കെ വരാൻ പോവാണ്. പക്ഷെ അത് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഏതായാലും വാരിയസ് എൽജിഎസിനെ സംബന്ധിച്ച് ഡിഗ്രിക്കാരുണ്ടാവില്ല. ധൈര്യമായിട്ട് പഠിച്ചോളൂ, ജോലി ഉറപ്പു തരാൻ പറ്റും. അത് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും സാറേ, 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. മാത്രമല്ല, ചില ആൾക്കാർ ചോദിക്കും, സാറേ ഞങ്ങൾ ഇപ്പൊ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? 100%. തീർച്ചയായിട്ടും. അതുപോലെ ഡിഗ്രിയുടെ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോ എക്സാം എഴുതുന്നത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഡിഗ്രി ഹോൾഡർ ആവുന്ന സമയം വരെ നിങ്ങൾക്ക് LGS എക്സാമിന് ധൈര്യമായിട്ട് തന്നെ അപേക്ഷിക്കാം. അതിനിടയ്ക്ക് ഒരാൾ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ട് സാറേ, അതിനകത്ത് ഇപ്പൊ അങ്ങ് പറഞ്ഞു പോവാം നമുക്ക്. അത് ഒരാൾ ചോദിച്ച ഡൗട്ട് ഇതായിരുന്നു, സാറേ എനിക്ക് ഡിഗ്രി കിട്ടി, പക്ഷെ ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതിരുന്ന പോരെ എന്ന് ചോദിച്ച ഒരാളുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ ജോലി കിട്ടും. കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം. ജോലി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ജോലിയിൽ കയറുന്ന സമയത്ത് നമ്മൾ സത്യവാങ്മൂലം നമ്മൾ എഴുതി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഡിഗ്രി ഹോൾഡർ അല്ല എന്ന്, അതായത് എഴുതി കൊടുക്കണം, നമ്മൾ ഡിഗ്രി ഹോൾഡർ അല്ല, പിടിക്കപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതങ്ങനെ ഒരു ചോദ്യം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്ലാരിറ്റിയോടെ നമ്മൾ എന്ത് ചെയ്യണം വരുത്തണം. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ട് അല്ലെ, എനിക്ക് ഡിഗ്രി ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യാൻ പറ്റില്ല, അത് നടക്കത്തില്ല, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അല്ലെ. അതിലോട്ട് പോവാം. ആ ഒരു ഉദ്ദേശം, ജോലി കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഡിഗ്രിക്കാർക്ക് വേറെ നല്ല നല്ല പോസ്റ്റുകൾ അവിടെ പരീക്ഷ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ഇവിടെ കഴിഞ്ഞ LGSന് എന്റെ മാർക്ക് കുറവായിരുന്നു സാർ, പക്ഷെ ഇപ്രാവശ്യം ഞാൻ LGS നേടാം. ഉറപ്പായിട്ട് നമ്മളിവിടെ ഉണ്ടല്ലോ അല്ലേ? ഉറപ്പായിട്ട് നമ്മൾ എല്ലാ ഫാക്കൽറ്റീസും ഇവിടെ കട്ടായി കൂടെ ഉണ്ട്. നമ്മളിവിടെ ഉള്ളപ്പോ നിങ്ങൾ ഒരു LGS പരീക്ഷയ്ക്ക് മുഹമ്മദ് സിനാൻ അല്ലെ, സിനാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വരാൻ പോകുന്ന LGS സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ LGSന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സിനാൻ എന്തായാലും അറിയാലോ. അതൊന്നുകൂടെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതിയോ? നമ്മളൊക്കെ ഉണ്ടല്ലോ അല്ലെ? തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. LPUP കഴിഞ്ഞിട്ടാണോ ഈ എക്സാം ഉണ്ടാവുക? നഹീം. ഓക്കെ, അപ്പൊ LPUP കഴിഞ്ഞിട്ടാണോ എക്സാം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇതുവരെ നടന്ന അല്ലെങ്കിൽ അവസാനത്തെ വർഷം നടന്ന LGS പരീക്ഷ പോലെ ആണെങ്കിൽ നമുക്ക് പറയാം LPUP കഴിഞ്ഞിട്ടായിരിക്കാം. ഏതായാലും ബഹുഭൂരിഭാഗം സാധ്യത നമ്മൾ കാണുന്നത് LPUP പരീക്ഷയ്ക്ക് തന്നെ ശേഷമായിരിക്കാം എന്ന് തന്നെയാണ് അനുമാനിക്കാൻ. അത്ഭുതങ്ങൾ സംഭവിക്കില്ല എന്ന് കരുതാം. അടുത്തത് സാറേ, ലബീബ പൊന്നൂസിന്റെ ഒരു ചോദ്യം വരുന്നുണ്ട്, പ്രിലിംസ് ഉണ്ടോ? ഓക്കെ, ഏതായാലും സാർ എന്താ പറയാ, നമ്മൾ കഴിഞ്ഞ പ്രിലിംസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെ 90% എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. പ്രിലിംസ് ഉണ്ടാവാനുള്ള ചാൻസ് 99% പ്രിലിംസ് ഉണ്ടാവത്തില്ല. ധൈര്യമായിട്ട് എന്ത് ചെയ്യുള്ളൂ, പഠിച്ചു തുടങ്ങിക്കോളും. ഇനി അടുത്ത സാറേ,
LDC LGS കോംബോ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ. നമ്മള് മീൻസ് എന്താ പറയാ, ആ രണ്ടും കിട്ടണമെന്നുള്ള ആഗ്രഹം പഠിക്കാനുള്ള ഒരു ആഗ്രഹം നല്ലതാണ്. പക്ഷെ എന്താ പറയാ, നമ്മൾ നിലവിൽ അത് ഇല്ല എന്നാണ് പറയുന്നത്. എനിക്കൊരു സജഷൻ പറയാനുള്ള എന്താ അറിയോ, പക്ഷെ LDCയും LGSഉം നോക്കുന്നുണ്ടെങ്കിൽ, രണ്ടും നോക്കുന്നുണ്ട്, LDS ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ LDC തന്നെ ചൂസ് ചെയ്തെന്നാണ് എന്റെ അഭിപ്രായം. LDC ബാച്ച് ചൂസ് ചെയ്യുക, LGS പഠിക്കുക. പിന്നെ അത്ര ലെവലിലേക്ക് LDC അത്ര ലെവലോട്ട് എന്ത് ചെയ്യണ്ട, പ്രിപ്പയർ ചെയ്യണ്ട. അടുത്തത് കഴിഞ്ഞ സാറേ, അടുത്ത് മിൻഷയുടെ ചോദ്യം വരുന്നുണ്ട്. കഴിഞ്ഞ LGS ലിസ്റ്റില് സപ്ലൈ ലിസ്റ്റിലായി പോയി, ഇപ്പൊ ഒരു പ്രൈവറ്റ് ജോബിൽ കയറി, ഇപ്പൊ ഒരു ചാൻസ് കൂടി കിട്ടിയിരിക്കുകയാണ്, ജോലി ഒഴിവാക്കിയിട്ട് പഠിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്നുള്ളതാണ്. സാറേ നമുക്ക് അവിടെ പറയാൻ പറ്റുക, നമുക്ക് എന്താ പറയാ, നിങ്ങൾക്കൊരു വരുമാനം, അത് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു സാഹചര്യം എന്താണോ അല്ലെ, അതിനനുസരിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം കൂടെ പറയുവാണെങ്കിൽ, LGS പരീക്ഷ ടാർഗറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി ജോലി ഒഴിവാക്കണം എന്നില്ല, പറയുന്നില്ല. നമുക്ക് ജോലിയോടുകൂടി തന്നെ ജോലിയോടൊപ്പം മാറ്റി വെക്കുക. നമ്മൾ കൃത്യമായിട്ട് തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ടൈമിനനുസരിച്ച്, ഇപ്പൊ അഥവാ നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും റെക്കോർഡ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ക്ലാസ് കണ്ട് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഏതായാലും ജോലി ഒഴിവാക്കേണ്ട. പക്ഷെ പരീക്ഷയോടനുബന്ധിച്ചൊക്കെ വേണമെങ്കിൽ ജോലി താൽക്കാലികമായിട്ടൊന്ന് മാറി നിന്ന് പൂർണ്ണമായിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, വാങ്ങും. പക്ഷെ തുടക്കത്തില് എന്തായാലും റെക്കോർഡ് ഒക്കെ ഉണ്ട്, സ്വാഭാവിക റെക്കോർഡ് ഉണ്ട്. നമ്മുടെ മുന്നിൽ ഒരു വർഷം, എന്തായാലും ഒരു വർഷം സമയം നമുക്ക് നമ്മുടെ മുന്നിലുണ്ടാവും. കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 6 മാസത്തോളം സമയം കിട്ടുന്നതാണ്. ഇപ്പോഴേ ജോലി ഒഴിവാക്കേണ്ട, അതോടൊപ്പം പഠിക്കാവുന്ന കാര്യമുള്ളൂ. കൃത്യമായിട്ട് തുടക്കം മുതലേ വെക്കാതെ തുടക്കം മുതലേ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പ്രയാസമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. 100% നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും. ഇനി നമുക്ക് അടുത്തൊരു, ഇനി ചോദ്യങ്ങൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട് സാറേ. ഇവിടെ നോക്കിയാൽ രജിലയുടെ ഒരു ചോദ്യം വരുന്നുണ്ട് സാറേ. ഏജ് ലിമിറ്റ് എത്രയാണെന്നല്ലേ? ഓക്കെ, ഏതായാലും PSCയുടെ പ്രായപരിധിയൊക്കെ ഉയർത്തിയതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ജനറൽ കാറ്റഗറിക്ക് തന്നെ 40 വയസ്സോളം ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ 40 വയസ്സ് വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ റിസർവേഷൻ ഉള്ളത് അതിനുശേഷം ഉണ്ട്. OBC-കാർക്കാണെങ്കിൽ 3 വർഷം, SC/ST-ക്കാണെങ്കിൽ 5 വർഷം വരെയൊക്കെ എന്ത് വരുന്നുണ്ട്, അവിടെ ഇളവ് വരുന്നുണ്ട്. അപ്പൊ ഒരു 45 വയസ്സ് വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കാസ്റ്റ് ഏതാണ് എന്നറിയില്ല, റിസർവേഷൻ ഉണ്ടോ എന്നറിയില്ല. ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും. അപ്പം പ്രായം മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റുന്നില്ല. സാർ അടുത്തൊരു ചോദ്യം വരുന്നത്, ഏത് ജില്ലയിൽ വെച്ചാൽ പെട്ടെന്ന് ജോബിൽ കയറാൻ പറ്റും എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇത് കുറെ ഘടകങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സംവരണമുണ്ടോ എന്നുള്ളത് ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ആ സംവരണം കഴിഞ്ഞ ലിസ്റ്റുകളിൽ, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ലിസ്റ്റുകളിലൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്, നിങ്ങളുടെ കാറ്റഗറിക്ക് എത്രയ്ക്കാണ് പോയിട്ടുള്ളത് എന്നതൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമുക്കത് പറയാനായിട്ട് പറ്റുക. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് ഒരു ആദ്യ 100 റാങ്കിനകത്ത് അടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏത് ജില്ല, സ്വന്തം ജില്ലയിൽ തന്നെ വെക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. രാവിലെ പോയി വീട്ടിൽ വൈകിട്ട് വരുന്ന രീതിയിലേക്ക്. എല്ലാ അതിർത്തിയിലുള്ളവരൊക്കെ ആണെങ്കിൽ തൊട്ടടുത്ത ജില്ലകൾ ചൂസ് ചെയ്തോളൂ. അല്ലാത്ത ആളുകൾ LGS ഒക്കെ സ്വന്തം ജില്ല തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അടുത്തേക്ക് വരാം. സാറേ എനിക്ക് ഡിഗ്രി ഉണ്ട്, ബട്ട് പ്രൊഫൈൽ അപ്ലോഡ് ആക്കിയിട്ടില്ല, അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ചോദ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തുടക്കത്തിൽ അമലു ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് സാറേ, എനിക്ക് ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എക്സാം റിസൾട്ട് ഫെയിൽഡ് ആണ്, എനിക്ക് LGS അപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അപ്ലൈ ചെയ്യാനായിട്ട്. LGS പരീക്ഷയുടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ പറയുന്ന കണ്ടീഷൻ, അത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവരുത്, നിങ്ങൾ ഡിഗ്രി ഹോൾഡർ ആവരുത് എന്നാണ്. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ അത് പാസ്സായി റിസൾട്ട് നിങ്ങൾക്ക് വരരുത്, സർട്ടിഫിക്കറ്റ് കിട്ടരുത്. അതുകൊണ്ട് ലിഡിയക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അപേക്ഷിക്കാം. ഇങ്ങനെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് എഴുതാം, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ഇത് വരുമ്പോ, നിങ്ങൾ ഡിഗ്രി ഹോൾഡർ ആയി എന്ന രീതിയിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പാടില്ല ആ സമയം. അത്രേ ഉള്ളൂ. അടുത്തതിലോട്ട് നമുക്ക് പോവാം സാറേ. അടുത്തൊരു സംശയം വന്നിട്ടുള്ളത്, പ്രൈവറ്റ് ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്, ടൈം പ്രോബ്ലം ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതെ, പ്രഭിഷ ജോലിക്ക് പോകുന്നുണ്ട്, പഠിക്കണം എന്നുണ്ട്, ടൈം പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മള് സമയം കണ്ടെത്തുക എന്നൊരു നിർദ്ദേശം തന്നെ വെക്കാനുള്ളൂ. കാരണം പ്രൈവറ്റ് ജോലി നമുക്ക് നിർബന്ധമായിരിക്കും, ജീവിച്ച് മുന്നോട്ട് പോകാൻ ഡിപ്പെൻഡ് ആയിരിക്കും. പക്ഷെ അതിലൊരു സമയം നമുക്ക് മാറ്റി വെക്കാൻ കണ്ടെത്തിയേ പറ്റുള്ളൂ.
പരീക്ഷയോടനുബന്ധിച്ച് വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മാറി നിൽക്കാം. പക്ഷെ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ, കാരണം നമുക്ക് വലിയൊരു എഫേർട്ട് വരുന്നില്ല, കാരണം നമ്മുടെ ക്ലാസ്സുകൾ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീ ടൈം കണ്ടെത്തുക, ട്രാവലിംഗ് ടൈമിലോ എപ്പോഴെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചുരുങ്ങിയ സമയം മാറ്റി വെക്കുക. കാരണം നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. അപ്പൊ ആ അവസരത്തിന് വേണ്ടി ചെറിയ വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാവുക എന്നല്ലാതെ നമുക്ക് പറയാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊക്കെ കമന്റ്സിൽ ചില ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സാറേ ഞാൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അടുക്കളയിൽ നിന്നിട്ടാണ്, അടുക്കളയിൽ നിന്നിട്ടാണ്, ഞാൻ ബസ്സിൽ പോകുമ്പോ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേട്ട് പോകുന്നത് എന്നൊക്കെ. അതെ, എന്റെ ക്ലാസ്സിൽ ഒരു കമന്റ് വന്നപ്പോ, ഒരു ആൻസർ വന്നപ്പോ പകുതി പേരിന്റെ പകുതി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതെന്താണ് ഇങ്ങനെ അയക്കുന്നത്, സാർ ഞാൻ കിച്ചണിലാണ്, ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമന്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ മൻമോഹൻ സിംഗ് എന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞു, സിംഗ് എന്ന് മാത്രം. ഞങ്ങളുടെ ബഹുഭൂരിപക്ഷം കുട്ടികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന പല പല സാഹചര്യത്തിൽ വരുന്നവരാണ്. നമ്മളെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ആ സാഹചര്യങ്ങളെ നമ്മൾ ബ്രേക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ വിജയത്തിലെത്തുക. നിങ്ങൾ ആ ഒരു ഇതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറാണ് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് മാറ്റിവെക്കാൻ കഴിയുന്നെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ അതിനെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റുക. അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂർ റിസ്ക് എടുത്തവര് മാത്രമേ ഈ നിമിഷം വരെ വിജയിച്ചിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ചലഞ്ചായിട്ട് എടുക്കുക. ഒരു സമയം മാറ്റിവെക്കുക കേട്ടോ, മാറ്റിവെക്കുക, വിജയിക്കാനാവും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നാണ് സാർ? ഓക്കെ, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2027 പുതുവർഷ സമ്മാനമായിട്ട് 2026 ഡിസംബർ മാസം നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന പ്രതീക്ഷയിലാണ്. എന്തായാലും പുതുവർഷ സമ്മാനമായിട്ട് വരും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഓക്കെ സാർ, ഈ ചോദ്യം മിന്നുവിന്റെ ഒരു ചോദ്യം വരുന്നുണ്ട് സാർ, ഇപ്പൊ നടക്കാൻ പോകുന്ന LGS സിലബസ് തന്നെ ആവുമോ അടുത്ത വർഷവും പരീക്ഷയിൽ എന്ന് ചോദിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് സിലബസിന് മാറ്റം വരാൻ സാധ്യത ഉണ്ടാവില്ല. ഇനി വന്നാൽ തന്നെ ചെറിയ എന്തെങ്കിലും മാറ്റത്തിന് മാത്രമേ സാധ്യതയുള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ സിലബസ് വെച്ച് തന്നെ മുന്നോട്ട് പോവുക, പഠിക്കുക. മാറ്റം വരികയാണെങ്കിൽ ഒരു ചെറിയ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വന്നാലായി. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പൊ വെറീഡ് ആവണ്ട. നമ്മുടെ ഈ സിലബസ് വെച്ച് തന്നെ നമ്മൾ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ്. സാറേ, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, എനിക്ക് LGS തരാൻ പറ്റും. നമ്മൾ അത് ഓൾറെഡി റിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 18 വയസ്സ് നിങ്ങൾക്ക് തികഞ്ഞോ? നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടില്ലല്ലോ. ഓക്കെ, ധൈര്യമായിട്ട് അപേക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഇത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ നാട്ടിലൊരു കുട്ടി, അതായത് പുള്ളിക്കാരി നേരത്തെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവിടെ അടുത്തുള്ള ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളിക്കാരി ഡിഗ്രി ഫസ്റ്റ് ഇയറില് LGS ഇതുപോലെ എക്സാം എഴുതുകയാണ്. ആതിര എന്നാണ് പേര്. ഡിഗ്രി ഈ പറയുന്ന കണക്ക് ഫസ്റ്റ് ഇയർ LGSന്റെ പരീക്ഷ എഴുതുന്നതോടൊപ്പം തന്നെ പുള്ളിക്കാരി പഠിച്ച് എഴുതുകയാണ്. 3rd ഇയർ കഴിഞ്ഞ് വരുമ്പോഴത്തേന് കയ്യില് ജോലി. അന്നത്തെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, തമാശയല്ല പറയുന്നത്. അതായത് 2020 വന്ന ആ ലിസ്റ്റില് LGSന് ട്രിവാൻഡ്രം ജില്ല 4ാം റാങ്ക് ആതിര എന്നാണ് പേര്. എന്റെ നാട്ടുകാരിയാണ്. ഭയങ്കര അഭിമാനം തോന്നി. കാരണം സാറേ, ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ചോദിക്കുന്ന എന്താണ്, നിനക്ക് ജോലിയൊന്നും ആയില്ലേ എന്ന് ചോദിക്കുമ്പോ സർക്കാരിന്റെ ടാഗ് കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യം മാത്രമല്ല. കാരണം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ LGS ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വീണ്ടും മുന്നിലാണ്. കാരണം നിങ്ങൾ അതിന് ശേഷം ഡിഗ്രി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് തോന്നുന്നു. കാരണം അത് യൂണിവേഴ്സിറ്റി LGS കഴിഞ്ഞവർക്ക് മാത്രമേ ബൈ ട്രാൻസ്ഫർ ഓപ്ഷൻ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഇത് LGS ക്രാക്ക് ചെയ്യുക, നിങ്ങൾ അടുത്ത ഡിഗ്രി നേടുക, തൊട്ടടുത്ത ബൈ ട്രാൻസ്ഫർ മെത്തേഡിലൂടെ നിങ്ങൾ ഹയർ പോസ്റ്റിലേക്ക് നിങ്ങൾ പോകുക. അവസരങ്ങളാണ് മുന്നിലുള്ളത്. ഓക്കെ, വേണ്ടതുപോലെ ഉപയോഗിക്കുക, അത് പ്രയോജനപ്പെടുത്തുക. അതെ, തീർച്ചയായിട്ടും. അടുത്തത് നമുക്ക് സാർ, ഞാൻ ആദ്യമായിട്ടാണ് PSC രജിസ്റ്റർ ചെയ്യുന്നത്. +2 ലെവലിലേക്ക് എനിക്ക് ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. വാട്ട് ഷുഡ് ഐ ഡു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പുള്ളിക്കാരന് ഇപ്പൊ +2 ആക്കിയിട്ടുള്ളതുകൊണ്ട് LGS എഴുതാൻ പറ്റും, LDC എഴുതാൻ പറ്റും, വരാൻ പോവാണ്. യൂണിഫോം തസ്തികൾ അതെ 10th ലെവൽ എക്സാമിനേഷൻ യൂണിഫോം ടെസ്റ്റ് വരുന്നുണ്ട്, 12th ലെവലും വരുന്നുണ്ട്. സോ നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും ഡിഗ്രി ഒഴികെയുള്ള ബാക്കിയെല്ലാം തീർച്ചയായിട്ടും യൂണിഫോം ടെസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെ LDC, LGS 2 പരീക്ഷകൾ മുന്നിൽ കിടക്കുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാ, സമയം വൈകിക്കേണ്ട, എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ, പഠനം സ്റ്റാർട്ട് ചെയ്തോളൂ. സാർ, നമുക്ക് അടുത്തൊരു ഇതൂടെ ഉണ്ട്. നമ്മൾ എല്ലാ സംശയങ്ങളും അവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായ ഉത്തരം നൽകി കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ LGSന്റെ ബാച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്.
അപ്പൊ നമ്മളെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാല് നമ്മള് കൃത്യമായിട്ട് എക്സാം വരെ ടിൽ എക്സാം ഈ ബാച്ചിന്റെ വാലിഡിറ്റി എക്സാം വരെ നിങ്ങൾക്ക് ഈ ബാച്ചിന്റെ വാലിഡിറ്റി ഉണ്ടാവും. ഒരു വർഷം ഒരു വർഷം എന്നാണോ നിങ്ങളുടെ മിനിമം ഒരു വർഷം എന്നാണോ നിങ്ങളുടെ എക്സാം നടക്കുക അന്ന് വരെ നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവും. അത് മാത്രമല്ല കൃത്യമായിട്ട് നമ്മുടെ മന്ത്ലി മോക്ക് എക്സാം കൃത്യമായിട്ട് മന്ത്ലി നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന പോലെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമ്മളെ മന്ത്ലി ഒരു മോഡൽ മോക്ക് എക്സാം എഴുതാൻ പറ്റും. അതുപോലെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിവിഷൻ ഏറ്റവും വലിയൊരു എനിക്ക് ഫീച്ചർ ആയി തോന്നുന്നത് എനിക്ക് റിവിഷൻ. കാരണം റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഉയർന്ന റാങ്കിൽ എത്താമല്ലോ. ചുമ്മാ പഠിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. സോ കൃത്യമായിട്ടുള്ള റിവിഷൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻ എക്സാം ഉണ്ട്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത് സാറേ, പ്രിന്റബിൾ നോട്ട്സ് വലിയൊരു അനുഗ്രഹമാണ്. മെറ്റീരിയൽസ് പ്രിന്റബിൾ മെറ്റീരിയൽസ് ഈ ബാച്ചിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു മികച്ച ഫീച്ചറാണ്, ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ അത് എക്സ്ട്രാ ആണ് നമ്മൾ കൊടുക്കുന്ന PDF അധ്യാപകർ പഠിപ്പിക്കുന്ന PDF നോട്ട്സിന് പുറമെയാണ് പ്രിന്റ് ചെയ്യാൻ പാകത്തിനുള്ള നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവൈലബിൾ ആയിരിക്കും. അപ്പോ അത് വലിയൊരു ഇതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് സാറേ നമ്മള് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസം 29. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ LGSന്റെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് നയിക്കുന്നത് മറ്റാരും അല്ല, നമ്മുടെ പ്രദീപ് സാർ തന്നെയാണ്. പ്രദീപ് സാറാണ്. കാരണം പ്രദീപ് സാറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കറണ്ട് അഫയേഴ്സിന്റെ പുലി അല്ലെങ്കിൽ പുപ്പുലി എന്ന് തന്നെ പറയാം. കുഴപ്പമില്ല. എന്തായാലും സാർ തന്നെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളോട് അവസാനമായിട്ട് പ്രദീപ് സാർ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല സാറേ, നമുക്ക് ഇത്രേ പറയാനുള്ളൂ. സാറേ, ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരു ഉദ്യോഗാർത്ഥിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 51 പരീക്ഷകളിൽ വിജയിച്ച് കഴിവ് തെളിയിച്ച മൻസൂർ അലി കാപ്പുങ്കൽ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ ടീം മെമ്പേഴ്സ്. പുള്ളിയുടെ നിർദ്ദേശം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു ഇതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഒരു ബാക്ക് ബോൺ ആണ് സാറിന്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. ആ പ്രസൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി കാണിച്ചു തരുന്നു. നിങ്ങളുടെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളോടൊപ്പം വരാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ്. അപ്പോ ആദ്യം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യുക, നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വർഷം നമ്മൾ ഇത്രയും മതി സാറേ, ഈ ഒരു വർഷം നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. അടുത്ത വർഷം നിങ്ങൾ ഈ നിമിഷത്തേക്ക് നിൽക്കുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കാം. നമുക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സാറേ നമുക്ക് ക്ലാസ്സിൽ കാണാം. യെസ്, ഇന്ന് 7 മണിക്ക്. ഓക്കെ.